പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങനെ വരുമ്പോൾ തെക്കൻ കേരളത്തിലേക്ക് അത് മറ്റൊരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കിയിട്ട് ഈ രണ്ട് കൺസോൾട്ടേഷനുകളും വർദ്ധിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ PR വർക്കിലൂടെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പിന്തുണയിലൂടെയും VD സതീശൻ മുഖ്യമന്ത്രി ആകുമ്പോൾ കേരളത്തിൽ സംഭവിക്കാനുള്ളത് എന്നുള്ളതാണ് എന്നെ ഭയപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ട് യഥാർത്ഥത്തിൽ വളരുന്നത് BJP ആയിരിക്കും. തീർച്ചയായിട്ടും BJP വളരൂ എന്നുള്ളത് വേറൊരു വിഷയമാണ്. സംഘപരിവാർ രാഷ്ട്രീയം അല്ല, ഇതിലുള്ള വലിയൊരു രാഷ്ട്രീയമായിരിക്കും. ഇത് പറയാം. ഇതിലുള്ള വലിയൊരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ചോദ്യം മനസ്സിലായി, ഇതിലുള്ള വലിയൊരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJP വളരുമോ ഇല്ലയോ എന്നുള്ളതല്ല എന്നെ ഭയപ്പെടുന്ന ഒരു കാര്യം. എന്നെ ഭയപ്പെടുന്ന ഒരു കാര്യം സംഘപരിവാർ അജണ്ടകൾക്ക് വലിയ പ്രാമുഖ്യം കിട്ടുകയും അവർ വളരുകയും ചെയ്യുന്നുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് ജമാഅത്തെ ഇസ്ലാമി, ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു സമുദായമാണ് ഒരു വിഭാഗമാണ് കേരളത്തിൽ എന്നുള്ളതായിട്ട് സംശയമില്ല. അവരുടെ വെൽഫെയർ പാർട്ടിക്ക് കിട്ടുന്ന വോട്ടുകൾ എന്ന് പറയുന്ന ഒരു 0.35% താഴെയാണ്. എന്ന് പറഞ്ഞാൽ 1%-നേക്കാൾ 1/3 മാത്രമാണ് വോട്ടുകൾ കിട്ടുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരുണ്ടാക്കുന്ന സ്വാധീനം അതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കുന്ന സ്വാധീനം വളരെ വളരെ വലുതാണ്. മനസ്സിലായി? അത് ആളുകൾക്ക് മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ മുസ്ലിം ലീഗിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വർക്ക് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ ഔട്ട് ഓഫ് ഫോക്കസ്, മീഡിയ വൺ അല്ലെങ്കിൽ അവരുടെ ചർച്ചകളൊക്കെ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ്. പറ്റില്ല. മാധ്യമം പോലുള്ള ഒരു പത്രത്തിന് ഉണ്ടാക്കാൻ കഴിയുന്ന സ്വാധീനം ഗൾഫ് മേഖലയിൽ വലിയ കൂടുതലാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന ഇത്തരത്തിൽ സ്വാധീനം ഉണ്ടാക്കൽ വേറൊരു പണിയാണ്. ആ സ്വാധീനം ഈ BJP ഉണ്ടാക്കിയിട്ടുണ്ട്, സംഘപരിവാർ രാഷ്ട്രീയക്കാരും ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം കേരളത്തിൽ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് CPM BJP ഡീലാണ്, അതുപോലെ ഇപ്പൊ ശബരിമലയാണ്, അതുപോലെ തന്നെ തൃശ്ശൂർ പൂരമാണ്, ഇത്തരത്തിൽ ഇസ്ലാമി. അപ്പൊ അത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ഒരു സ്വാധീനം പലപ്പോഴും കൂടി.